നിങ്ങളുടെ ഈ എന്റെ കഥ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് കഴുത്തിലും കാതിലും സ്വർണം പോലും ഇടില്ലായിരുന്നു ഇവള്. അടക്കോ ഒതുക്കവും മാനവും മര്യാദക്കോ ഉള്ള ഒരു സാധാരണ വീട്ടമ്മ. ഇപ്പൊ കണ്ടോ, വലിയ പൊട്ട്, കഴുത്തിലും കാതിലും നിറയെ ആഭരണം, എല്ലാം നിങ്ങളെപ്പോലെ തന്നെ. എന്റെ കഥ ഒരു 50 100 തവണ വായിച്ചിട്ടുണ്ടാവും. രാമായണം പോലും ഇവൾ ഇത്രയും വട്ടം വായിച്ചിട്ടുണ്ടാവില്ല. ഓരോ പേജും കാണാപ്പാടാ. ഇപ്പൊ അവക്ക് എന്നെ വേണ്ടാത്രേ. അവളെന്റെ ഒരു ഭോഗവസ്തു മാത്രമാണെന്ന്. നിങ്ങക്ക് തലയ്ക്ക് വട്ട. ആ വട്ടിപ്പ എന്റെ ഭാര്യയ്ക്കും പിടിപെട്ടിരിക്കുക. അതൊന്നും നേരിട്ട് പറയാനാ ഇവളെയും കൂട്ടി വന്നത്. പടി. അതെ, നേരിട്ട് കണ്ടപ്പോ എന്റെ മനസ്സ് നിറഞ്ഞുട്ടോ. ആരാധന എന്ന് വെച്ചാ എന്താ പറയാ, ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും ഇപ്പൊ ഞാനും ഒരു മാധവിക്കുട്ടി തന്നെയാ. എപ്പോഴും സ്നേഹം കിട്ടാൻ കൊതിക്കണ ഒരു സ്ത്രീ നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സ്നേഹം തരുന്ന ഒരു പുരുഷനെ തേടി നമ്മൾ പോകും, ഇല്ലേ? ഇത്രയൊക്കെ ആയിട്ടും മാധവിക്കുട്ടി എന്താ ദാസേട്ടനെ ഉപേക്ഷിക്കാത്തെ? എത്രയൊക്കെ ആയിട്ടും എന്റെ ദാസേട്ടനെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ജീവിതം മാത്രമല്ല ഞാൻ എഴുതണേ, അതിന്റെ ഇടയിൽ സങ്കല്പം എന്ന് പറയണ ഒന്നുകൂടി ഉണ്ട്. മാധവിക്കുട്ടി പലതും എഴുതും. ആരാധനയും കൊണ്ട് കേറി വന്നിരിക്കണു. ചെല്ല്, ഭർത്താവിന്റെ ഒപ്പം പോ. നേരെ വീട്ടിൽ ചെന്നിട്ടേ എന്റെ കഥയെടുത്ത് കത്തിച്ചു കളയൂ. എന്നിട്ട്